ഷാലൂസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്ന് അഗ്ലോണിമയുടെ കോംബോയാണ് കേട്ടോ. അത് ഒരെണ്ണം റീസ്റ്റോക്ക് ചെയ്തേക്കണ്ടാണ്. പിന്നെ വില കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ നന്നായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ ഉള്ള അഗ്ലോണിമകൾ ഉണ്ടോയെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോംബോയും കൂടെയാണ് ചെയ്തേക്കുന്നത്. റേറ്റ് ഒക്കെ കുറഞ്ഞ രീതിയിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ കോംബോ തന്നെ കാണാം. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോക്സറാണ്. നല്ല ഭംഗിയിൽ നല്ല വലിപ്പത്തിൽ വളരുന്ന പ്ലാന്റാണ് ഈ ബോക്സർ എന്ന് പറയുന്നത്. ദാ ഇങ്ങനെ ഇത് നല്ല ഇതായിരിക്കും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തൈകൾ പൊട്ടും. നല്ല മണ്ണിലേക്ക് നട്ടാൽ മതി. ഇപ്പോൾ ഇത് മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. അപ്പോൾ ഇത് നന്നായിട്ട് മണ്ണൊക്കെ ചേർന്ന ഒരു പോട്ടി മിക്സിലേക്ക് നടുക. ഇളക്കമുള്ള ഒരു പോട്ടി മിക്സിലേക്ക് നടുക. ഇതിന് ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. വെറുതെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എലപ്പൻ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കി കൊടുത്താൽ മതി കേട്ടോ. എലപ്പൻ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുക്കുക. അല്ലാണ്ട് വേറെ ഉള്ള മരുന്നുകളൊക്കെ കൊടുത്താലും അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ മിക്കവാറും അങ്ങനെ വരുമൊന്നുമില്ല. ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പെട്ടെന്ന് തൈകൾ വരും. ഇനിയിപ്പം കുറച്ച് ഹൈറ്റ് വെച്ച് തണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഷൂട്ടുകളൊക്കെ വന്നോളൂ കേട്ടോ. പിന്നെ മോൾ ഭാഗം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരും പിടിച്ചോളും. മണലൊക്കെ ചേർന്ന് ഒരു പോട്ടി മിക്സിലേക്ക് വേഗത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ചട്ടി നിറഞ്ഞ് ഒരു 5-6 ഒക്കെ ഷൂട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഞങ്ങളുടെ പള്ളിയിൽ എപ്പോഴും അച്ഛൻ ഈ ബോക്സറാണ് എപ്പോഴും അൽത്താരയിൽ എടുത്ത് വയ്ക്കുക. അച്ഛന് ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ ബോക്സ് എടുത്ത് വയ്ക്കാറുണ്ട്. നല്ല ഭംഗിയെ കാണാനായിട്ട്. നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ട് അൽത്താരയിലേക്ക് ഇതിൻ്റെ ഒക്കെ അടുത്ത് ഓൾട്ടർ ടേബിളിൻ്റെ ഒക്കെ അടുത്തേക്കൊക്കെ ആയിട്ട് വെക്കാറുണ്ട്. എന്താ ഇങ്ങനെ കേട്ടോ. ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. ഇത് ബോക്സറാണ്. പിന്നെ ബിഗ് ഡ്രോയി. ഇത് പെട്ടെന്ന് തന്നെ നല്ല വലിപ്പം വയ്ക്കുന്ന ഇലകളാണ് ഇതിൻ്റെ. ഇതൊരു ഇല കണ്ടോ. ഇതുപോലെ നല്ല വലിപ്പം വെച്ച് വരുന്ന ഇലകളുണ്ട്. പെട്ടെന്ന് വളരുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് തൈകളും വരും കേട്ടോ. ഇതിനൊട്ടും കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റ് തന്നെ. മറ്റുള്ള അഗ്ലോണിമേനെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും ഒട്ടും കെയറില്ല. ഇത് ഹൈബ്രിഡ് അല്ല കേട്ടോ. നമ്മൾ അല്ലാതെ തന്നെ പ്രൊപ്പഗേഷനാണ് ഇത് വരുന്നത്. പിന്നെ ഇത് പറയാം, ഇതും മറ്റേ അത് പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒട്ടും കെയറിങ് ആവശ്യമില്ല. പിന്നെ അധികം വെയിൽ കൊള്ളണ്ടാന്ന് മാത്രം കേട്ടോ. ഇനി ചെറിയൊരു വെയിലൊക്കെ ആണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. പക്ഷേ വെയിൽ നന്നായിട്ട് ഡയറക്റ്റ് ഉച്ച വെയിലോ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കരിച്ചിലൊക്കെ ഇലകൾക്ക് വരും കേട്ടോ. അപ്പോൾ ആ കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇതായിരുന്നേ നല്ല വലിപ്പമുള്ള നല്ല പെട്ടെന്ന് തന്നെ വലുതാവുന്നതാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. മിക്ക വീടുകളിലും ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ള പ്ലാന്റ് അഗ്ലോണിമയ്ക്കൊക്കെ കുറച്ചും കൂടെ കെയറിങ് ആവശ്യമാണ്. ഇതിന് ഒരു കെയറിങ് ആവശ്യമില്ല. പിന്നെ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇച്ചിരി ഇളക്കമുള്ള ഒരു ഇതായിരിക്കുന്നത് മാത്രം. ഒരു പോട്ടി മിക്സ് ആയിരിക്കുന്നത് മാത്രം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയിലില്ല. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വലുതാകുന്ന, ഇത് നല്ലോണം നമുക്ക് ഇൻഡോറിലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പെട്ടെന്ന് വളരുന്ന ഒരു ടൈപ്പാണ്. ഇതിൽ ഒരു പോട്ടിൽ 2 ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഈ 3 പ്ലാന്റിനും കൂടെ വരുന്നത് 400 ആണ് വരുന്നത്. 400 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. സ്റ്റോക്ക് കുറവാണ്. എന്നാലും അതനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരാം കേട്ടോ. അപ്പോൾ 400 ആണ് വരുന്നത്. 400 പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. മണ്ണ് മാറ്റിയിട്ടായിരിക്കും കേട്ടോ വിടുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക് ചെയ്തിട്ട കോംബോയാണ്. ഇത് നമ്മുടെ ചൈന റെഡ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ചൈന റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ നമ്മളുടെ വിദൂരി ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ അഗ്ലോണിമ ജയ്പോങ് റെഡ് നാരോ. പെട്ടെന്ന് പേര് മറന്നുപോയി. ഇതാണ് വരുന്നത്. അപ്പോൾ ഈ 3 പ്ലാന്റും കൂടെ 600 ആയിരുന്നു. 600 പ്ലസ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പ്ലാന്റുകൾ വേഗം കാണിച്ചു പോകാം. നമ്മളുടെ തിക്കായിട്ട് ഇത് പീസ് ലില്ലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തിക്കായിട്ടുള്ളത് വന്നിട്ടുണ്ട്. 2 മെയിൻ പൂക്കൾ ഉണ്ടാവും കേട്ടോ. മെയിനായിട്ടും 2 പൂക്കൾ ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട് പൂക്കളിൻ്റെ അല്ലേ 2 പൂക്കൾ ഉണ്ടാവുമല്ലേ. 2 പൂക്കൾ ഉണ്ടാവും. പിന്നെ ചിലതിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ചെറിയ മുട്ടുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് 2ആയിട്ട് എന്തായാലും വലിയ പോട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെ തന്നെ നടണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പോട്ടിലേക്ക് മാറ്റണമെങ്കിൽ 2ആയിട്ട് പെട്ടെന്ന് തന്നെ മാറ്റാം. പിന്നെ കുഞ്ഞു ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഒന്ന് ഹെൽത്തി ആയിട്ട് അതൊന്ന് വളർന്നു വന്നിട്ട് മാറ്റിയാൽ മതി. ഇത്രയും ചെറുപ്പത്തിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായി പോകും കേട്ടോ. പിടിക്കില്ല. അപ്പോൾ ഇതിന് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാർബിൾ പോത്തോസ്. ഇങ്ങനെ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ മാർബിൾ പോത്തോസിൻ്റെ ഇതിൻ്റെ തന്നെ ചെറിയൊരു സൈസും ഉണ്ട്. പിന്നെ എൻജോയ് പോത്തോസും നമ്മൾ കാറ്റലോഗ്. ഇത് മഞ്ജുളിയാണല്ലോ.
സോറി കേട്ടോ, ഇത് മഞ്ജുള പ്ലസ് മാർബിളും കൂടെയാണ് ചേർന്ന് വരുന്നത് കേട്ടോ. അതാ അപ്പോൾ മിക്ക പോട്ടിലും അങ്ങനത്തെ ഒക്കെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ മാർബിളാണ് കാണുന്നത്, ഇത് മഞ്ജുളയാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് 1-2 ഷൂട്ട് മാർബിളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഇങ്ങനെ ഇവിടെയും കാണുന്നുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കും വന്നേക്കുന്നത് കേട്ടോ. അതാ ഈ ഒരു സൈസിലുള്ളത്. ഇതല്ലാതെ മഞ്ജുള മാത്രം ഉള്ളതുണ്ട്, പിന്നെ എൻജോയ് പോത്തോസ് ഉണ്ട്. അതെല്ലാം കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ബില്ലറ്റ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന രീതിയിലാണല്ലോ നമ്മുടെ കുതിരയുടെ മുഖം പോലെ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്നതാണ്. ഇതൊക്കെ ഒരു പ്ലാന്റ് മതി നമുക്ക് ഒരു ഇൻഡോറിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യണം പറ്റിയ ഒരു ഇതാണ്. ഇത് നമുക്ക് ഇതിങ്ങനെ ഏരിയൽ റൂട്ടൊക്കെ ഒത്തിരി വരുന്ന പ്ലാന്റുകളാണ്. ഫിലാഡോണ്ടൻ വെറൈറ്റി ആണല്ലോ. ഇവിടെ വെച്ചൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് 2-3 പ്ലാന്റുകളൊക്കെ ആക്കി മാറ്റാം കേട്ടോ. അതിനുശേഷം പിന്നെ ഹെൽത്തി ആയിട്ട് അകത്തേക്ക് വെച്ചാലും മതി. 3 പ്ലാന്റ് എന്തായാലും മിനിമം കിട്ടും ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും പാകത്തിന്. പിന്നെ ഇത് നമ്മളുടെ എപ്പിപ്രൈമം വെറൈറ്റിയാണ് കേട്ടോ. അതാ ഈ ഒരു പച്ചപ്പൊക്കെ കൊണ്ടുവരാൻ ഇൻഡോറിലേക്കൊക്കെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതൊരു നമ്മുടെ ജിഞ്ചർ പ്ലാന്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി പേർക്ക് ഇത് വേണമായിരുന്നു. ഇങ്ങനെ കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് അവിടെ വരുമ്പോഴത്തേക്കും അടർത്തി നടാം. ജിഞ്ചർ വെറൈറ്റിയാണ്. ഇതിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയും കൂടെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ളിടത്തൊക്കെ നട്ടുപിടിപ്പിക്കാം. വെയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രശ്നമില്ല. എന്നാലും അങ്ങനെ സൺഷെയ്ഡിൻ്റെ ഒക്കെ അടിയിലുള്ള ഭാഗത്തൊക്കെ നട്ടുപിടിപ്പിക്കാറില്ലേ, അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമാണ്. നല്ല വെയിറ്റാണ്. അത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, നല്ല വെയിറ്റാണ്. അപ്പോൾ നമ്മൾ മണ്ണിലാണ് വന്നേക്കുന്നത്. മണ്ണും ഫുള്ള് മാറ്റിയിട്ടേ വിടുള്ളൂ. കഴിഞ്ഞ ആഴ്ച കിട്ടിയവർക്കൊക്കെ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. ഇത് നമ്മളുടെ ഡൈനല്ല ഗ്രാസ് വെറൈറ്റിയാണ്. ഡൈനല്ല ഗ്രാസ്. ഇങ്ങനെ നല്ല കരുത്തുള്ള പ്ലാന്റാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കൂടുതൽ ഷൂട്ടുകളൊക്കെയാണ് ഇട്ടായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് അടർത്തി എന്തായാലും നടാട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ ഇനി സ്റ്റോക്കിലുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന നമ്മളുടെ CC പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ. ബ്ലാക്ക് CC വന്നേക്കുന്നത് ഇങ്ങനെ. പിന്നെ ഇത് നമ്മളുടെ ഡ്വാർഫ് CC വരുന്നത്. ഗ്രീൻ CC സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞേക്കുക. നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. ഒത്തിരി പേർക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് CC പ്ലാന്റ് ഒത്തിരി ചോദിച്ച് വരുന്നവരുണ്ട്. പിന്നെ നമ്മളുടെ 5-in-1 ലക്കി ബാമ്പു. പിന്നെ വരുന്നത് ഇപ്പോൾ ഇത് 3 ഷൂട്ടിൻ്റെ ഇത് വരുന്നത് നമ്മളുടെ സൺസെവരി വെറൈറ്റി മോൺഷൈനും ലിറ്റിനി ഒരു സൈസിലുള്ളത്. പിന്നെ ഇതും നമ്മളൊരു ജിഞ്ചർ ഫാമിലിയിൽ പെട്ടത്. പൂ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. റെഡ് കളർ പൂവാണ് ഇതിന് വരുന്നത്. ഈ ഏകദേശം ഒരു സൈസ്. ഞാൻ 2 പ്ലാന്റാണ് പറയുന്നതെങ്കിലും മിക്കതിലും തന്നെ കൂടുതൽ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 4 പ്ലാന്റ് ഉണ്ട്. 4 പ്ലാന്റ് ചേർത്ത് നട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ലോണിൻ്റെ നടുക്കോ അല്ലെങ്കിൽ മതിലിനോട് ചേർന്നുള്ള ഭാഗത്തിൽ കുറച്ച് ഇങ്ങനെ ഹൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ മതിലിനോട് ചേർന്നൊക്കെ ഒരു അധികം ഒട്ടും വെയിലില്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവേണ്ടത് കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ മതിലിനോട് ചേർന്നൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഒരു ശല്യമില്ലാതെ വളർന്നോളും, കാലങ്ങളോളം നിന്നോളൂ കേട്ടോ. അത്രയും ഭംഗിയായിട്ട് ഞാൻ ഇവിടെ എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു 20 വർഷം മുമ്പ് നട്ടേക്കണത്. നല്ല ഭംഗിയിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ എപ്പോഴും തരുന്നുണ്ടത്. നമുക്ക് ഒന്ന് അറേഞ്ച്മെൻറ്റ്, നമുക്കൊന്ന് ഇൻഡോറിലേക്കൊക്കെ ഒന്ന് ഫ്ലവർ അറേഞ്ച്മെൻറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് തന്നെ. പിന്നെ അതിൻ്റെ പൂവിൽ നിന്നാണ് പ്രൊപ്പഗേഷൻ വരുന്നത്. അപ്പോൾ എല്ലാ പൂവും കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. തൈകളൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ പൂവിൽ നിന്നാണ് അതിൻ്റെ തൈകൾ വരുന്നത് കേട്ടോ. പിന്നെ ഇതിന് 90 റുപ്പീസാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ള പ്ലാന്റിന് 2-3-4 ഷൂട്ടുകൾ പ്ലാന്റുകളൊക്കെ ആയിരിക്കും. ഇത് നമ്മുടെ ഇത് സാറ്റിൻ പോത്തോസ് ഈ ഒരു സൈസിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഹാർട്ട് ലീഫ് ഫിലോഡൻഡ്രോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഓക്സികാർഡിയം ഗ്രീൻ എന്ന് പറയും കേട്ടോ. ഇത് പിന്നെ നമ്മുടെ CC പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ ഇത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ ജെർമിനി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ
നല്ലോണം വേരുകളൊക്കെ ആയിട്ട് നമ്മൾ ബേഡ് ഓഫ് പാരഡൈസും ജെൻമിനിയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ വേണമെന്നുണ്ടവർക്ക് അത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും സൈസിലുള്ള ജെൻമിനിയും ബേഡ് ഓഫ് പാരഡൈസിൻ്റെ 2 പ്ലാന്റും കൂടെ 500-ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അത് അവൈലബിൾ ആണ്. അപ്പോൾ അത് താല്പര്യമുള്ളൊരു ബേഡ് ഓഫ് പാരഡൈസിൻ്റെ 2 പ്ലാന്റ് ഉണ്ടാവും. ഇത്രയും സൈസിലുള്ള ജെൻമിനി 500 റുപ്പീസാണ് പ്ലസ് കൊറിയർ. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. ജെൻമിനി ഇതായി ഒരു സൈസിലായിരിക്കും കേട്ടോ. ബാക്കി പ്ലാന്റുകളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആഴ്ച തന്നെ പുതിയ പ്ലാന്റുകൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നോക്കിക്കോളൂ, കാറ്റലോഗൊക്കെ നോക്കിക്കോളൂ. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് വേഗം തന്നെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ മെഡിക്കൽ സെൻറ്ററിൽ കിടക്കുവാണ്. എൻ്റെ വീട്ടിൽ ആകെ ഒരു ഇതാണ്, അതിൻ്റെ ചേച്ചിയാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും 1 വർഷം മുമ്പ് 1 വർഷത്തോളമായിട്ട് 1 വർഷത്തിനുള്ളിൽ ക്യാൻസർ വന്ന് മരിച്ചതാണ്. പിന്നെ അവൻ്റെ അനിയത്തിക്കാണെങ്കിൽ ഇപ്പോൾ മറ്റേ കിഡ്നി പ്രോബ്ലമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനിരിക്കുമായിരുന്നു. അനിയനും അതേപോലെ തന്നെ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നേക്കുവാണ്. വേറൊരു അനിയന്, 3ാമത്തെ അനിയന്. ഇപ്പോൾ ഇവനാണെങ്കിൽ ഇന്നലെ ബൈക്ക് ആക്സിഡൻറ്റിൽ റോഡ് ക്രോസ് ചെയ്താണ് ആക്സിഡൻറ്റ് പെട്ടു. വേറൊരു ബൈക്ക് വന്ന് ഇടിച്ചിട്ട് എന്തെങ്കിലും ഒന്നും ഒടിയാനില്ല, അതുപോലെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് പരിക്കുണ്ട്, വെന്റിലേറ്ററിലാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയാണ് കേട്ടോ. ഒത്തിരി നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അവൻ്റെ വൈഫും മരിച്ചു പോയേക്കണതാണ്, ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇനി ആ കുഞ്ഞിന് ആരും ഇല്ലാതെയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കണോട്ടെ. ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥനയിലാണ്, ഞങ്ങൾ കൂട്ടുകാരൊക്കെ. അപ്പോൾ പ്രവീൺ എന്നാണ് പേര്. അപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കണോട്ടെ. മെഡിക്കൽ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പിന്നീടൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മയിലിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.